ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കാണുന്ന മുത്തുമണികളെല്ലാം എന്താക്കുന്നു ഷാളുണ്ടല്ലോ. ഇത് കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ഓർഡറാണ്. ഇപ്പോൾ ഓർഡറൊന്നും ഞാൻ എടുക്കാനില്ല. എനിക്ക് ഓർഡർ എടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞില്ല. കുറേ ഓർഡർ വന്നിട്ടുണ്ട്. പള്ളിക്ക് ചോറും അത് ഇതല്ലേ, ഒരു ഓർഡർ എടുക്കാനില്ല. നമുക്ക് പറ്റുന്നില്ല. 2 ദിവസം സമൂസ കട്ട്ലേറ്റ് അതെല്ലാം ആക്കി ഓർഡർ ഉണ്ടായി. പിന്നെ വിട്ട് ഞാൻ കഴിഞ്ഞില്ലായിട്ട്. ഇത് കിണ്ണത്തപ്പത്തിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായി. പിന്നെ അത് പറ്റുന്നില്ലായിട്ട് പിന്നെ എടുത്ത്. പിന്നെ പറ്റിയിട്ടെടുത്തല്ല, പറ്റാത്തതിനെ ഇത് ചെയ്യുന്നു. അത്ര മകൾ പറയുമ്പോഴേക്ക് പിന്നെ എടുത്ത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ചാനലുണ്ട്. അത് ദിവസമായിട്ട് ഫുഡിൻ്റെ ഇടണം. അത് ഞാൻ പറയുന്നത് ദിവസം നിങ്ങൾ ഒരു ഫുഡിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഇടണമെന്ന്. അത് ഇടുമ്പോഴേക്ക് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥലം കാസർഗോഡ്, എൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അത് എന്തായാലെങ്കിലേ ഞാൻ പറയാനുള്ള കാരണം, അവർക്ക് അതിൽ പല 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 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ എൻ്റെ ഇപ്പോൾ കാസർഗോഡ് ഭാഷ ഞാൻ എല്ലാ ഭാഷ മിക്സാക്കുന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ നമുക്ക് ഏതെല്ലാം ഭാഷേൻ്റെ വായിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അല്ലേ, നമ്മൾ ഇവിടുത്തെ ലാംഗ്വേജ് വേറെ തന്നെയല്ലോ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്ന് തെറ്റിദ്ധരിക്കണ്ടാവോ. എന്തിപ്പോൾ കാസർഗോഡ് എന്ന് പറയുന്നത്, പിന്നെ ലാംഗ്വേജ് മനസ്സിലാകുന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയെല്ലാം ഉണ്ടെന്നാണ് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാന്ന് ഞാൻ പറയുന്നത് നിങ്ങളോട്. എല്ലാവർക്കും ഡ്രസ്സെല്ലാം എങ്ങനെ പോകും നിങ്ങൾ നോമ്പല്ലോ. ഈ വീഡിയോ ഞാൻ ബിരിയാണി ആക്കുന്നത് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് മാമിന് നാളിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഇതാണ്. നമ്മളെ ബിസിനസ്സിൻ്റെ ഇത് ഭാഗമായിട്ടുള്ള ഗ്രൂപ്പ് അത്. അപ്പോൾ നമുക്കെല്ലാം അത് അതിൽ ഇടണം നാളിലും. ഇപ്പോൾ നമ്മൾ ബിസിനസ് റംസാനിൽ നിർത്തിനല്ലേ, നമുക്ക് വേണ്ടി ഇതാക്കുന്നതെല്ലാം ഞാൻ ഇട്ടിട്ട് ഇളക്കുന്നതില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ. ഈ ബിരിയാണീൻ്റെ ഇട്ടത് നിങ്ങൾക്ക് ഞാൻ അത് യൂട്യൂബിൽ പോസ്റ്റും ആക്കുന്നു. അതിലിട്ടത് പോസ്റ്റും ചെയ്യുന്നു. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അത് വേറെ ഇത് വേറെ എല്ലാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കഷ്ടമാണ്. ഒന്ന് തന്നെ ആക്കി അതിൽ വീഡിയോയിൽ ഇട്ടിട്ട് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാട്ടുന്നത് ഞാനെന്നറിയാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ വോയിസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ പേര് ആയിഷ, കാസർഗോഡ്, എൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോ അതെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ ഇതെപ്പോഴും ചാനലിൽ ഇങ്ങനെല്ലാം ഇപ്പോൾ പറയാനുള്ള കാരണം എന്തെന്ന് വെട്ടായിപ്പോയാന്ന് വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരുന്നത്. നമുക്കൊരു ചാനലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് നാളെ നമ്മൾ വീഡിയോ ഇടണം. ഞാൻ പറഞ്ഞു നാളിടണം. നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ആക്കിയിട്ട് അതിലിടണം. നമ്മളെ ഫുഡിൻ്റെത് പിന്നെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ അത്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. കമൻറ്റ് ആരും എഴുതുന്നില്ല, കമൻറ്റേ ഇല്ല. നിങ്ങളെ എന്തൊരു വിവരവും ഇല്ല. ലൈക്ക് ഇട്ടെങ്കായി ഇട്ടില്ലാങ്കായി അങ്ങനത്തെ. ഇപ്പോൾ റംസാനിൽ നമ്മൾ ഇത് എന്തോ ഓർഡർ എടുക്കുന്നില്ല. ഞാൻ കഴിഞ്ഞില്ല, കൂടുതൽ പണിയാണ്.
അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. നിസ്കാരം ഒത്തും പിന്നെ ഇതെല്ലാം വെക്ക് നമുക്ക് ഫുഡിൻ്റെതെല്ലാം വച്ച് പിന്നെ അതിലെന്നാണ് എൻ്റെ മാപ്പിളയും മക്കളെല്ലാം പറയണം ഉണ്ടാക്കിയിരിക്കുക, നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുക പറയുന്നത് ഈ ഭാഗത്തിൽ തന്നെ പോകും. പിന്നെ ഇപ്പം എല്ലാം യുദ്ധവും ഇതും അതെല്ലാം ടെൻഷൻ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ ഭർത്താവുള്ള കുവൈറ്റിൽ അങ്ങനെ ആടെ കൂടുതൽ യുദ്ധത്തിൻ്റെ ഇത് അവിടെ കുവൈറ്റ് ബോർഡറിലാണ് ഉള്ളത്. ഭയങ്കര മുസ്കില, ഭയങ്കര ബേജാറിലുണ്ട്. എല്ലാവരും ഇതുപോലെ ഉൾപ്പെടുത്തണം. ദുബൈയിലെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആടെ ഭയങ്കര കഷ്ടം കുവൈറ്റിൽ. നമുക്ക് മാസത്തിൽ പൈസ അയക്കുന്നതേ അയച്ചിട്ടേ ഈ മാസം പറ്റിക്കാൻ ബാങ്കിൽ പോകാൻ എന്ത് പറ്റുന്നേ ഇല്ല. ഇത് ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഫറാൻ്റെ ദീദി പ്രസവിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ബീഫ് ഒരു കെട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ അതിനെ കറി വെക്കുന്നത്. ആ ബീഫ് കറി നെയ്ച്ചോറും നല്ല കൊസിയായി. നമുക്ക് ബിരിയാണി മന്തി എല്ലാം കഴിച്ചിട്ട് വെടിഞ്ഞു പോയി. ബീഫ് കറിയും നെയ്ച്ചോറും എന്തോ ടേസ്റ്റ് നല്ലതായിട്ടുണ്ട്. ഓക്കെ, ബായ്.